ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ ലണ്ടൻ പാഡിങ്ടൺ നമ്മളെ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങാണ് ഇന്ന്. ഇതെന്താണ് കേട്ടോ സ്റ്റേഷനാണ് നേരെ മുമ്പിൽ. ഇന്ന് നമ്മൾ ഒരു കറക്കം തന്നെ ആയിരിക്കില്ലേ അമലെ? ഇന്നിപ്പോൾ 11 മണി ഇപ്പോൾ ആയി. നമ്മൾ നേരെ ലണ്ടൻ ഐ ഉണ്ടല്ലോ, ലണ്ടൻ ഐ ഉണ്ട്, പിന്നെ റിവർ ക്രൂയിസ് ഉണ്ട്, പിന്നെ നമ്മൾ മെയിൻ ആയിട്ടുള്ളത് എന്താണ് ലണ്ടൻ ടവർ ബ്രിഡ്ജ്. കാരണം നമ്മൾ കാലിക്കറ്റിൽ മിഠായി തെരുവ് മാനാഞ്ചറിൽ പോയില്ല എന്ന് പറഞ്ഞ ഏരിയയാണ്. ഇവിടെ വന്നിട്ട് ഇത്രയായിട്ട് ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്തൊന്നും പോയില്ല. അപ്പോൾ അതെ. അപ്പോൾ ഇന്നത്തെ ഡേ ഫുള്ളും ആ ഏരിയ തന്നെ, ലണ്ടൻ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെയും ലണ്ടൻ ഐൻ്റെ ഏരിയയിലേക്കാണ് അല്ലേ? ഓക്കെ. അപ്പോൾ നേരെ നമ്മൾ ഇതാ ഇവിടുന്ന് മെട്രോ എടുത്തിട്ട് വേണം വാട്ടർലൂ സ്റ്റേഷൻ്റെ അവിടെ പോയിട്ട് ഇറങ്ങണം. ഇതോ അണ്ടർഗ്രൗണ്ട്. ഇവിടെ മെട്രോൻ്റെ പേരാട്ടോ അണ്ടർഗ്രൗണ്ട് എന്നുള്ളത്. അണ്ടർഗ്രൗണ്ട് ട്യൂബ്. നമ്മൾ വാട്ടർലൂവിലേക്ക് ബേക്കർലൂ ലൈൻ എടുക്കണം. ബേക്കർലൂ ലൈൻ എടുത്താലാണ് നമുക്ക് വാട്ടർലൂവിലേക്ക് പോകാൻ പറ്റുക. ഇതേ ബേക്കർലൂ ലൈൻ. കാർഡ് തരാം. നമ്മൾ ഡെബിറ്റ് കാർഡ് ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി, ഒന്ന് ടാപ്പ് ചെയ്യാം. ഇനി നമ്മൾ എവിടെയാണ് എക്സിറ്റ് അവിടെ നിന്ന് ഒന്നും കൂടി ടാപ്പ് ചെയ്താൽ മതി. സിമ്പിൾ പരിപാടിയാണ്. ഇവിടെ ബോർഡ് കാണാം, നോർത്ത് ബൗണ്ട് സൗത്ത് ബൗണ്ട്. നമ്മളത് വാട്ടർലൂ ഇപ്പോൾ സൗത്ത് ബൗണ്ട്. പാഡിങ്ടൺ 9ാമത്തെ സ്റ്റേഷന് വാട്ടർലൂ. വാട്ടർലൂ സ്റ്റേഷൻ്റെ അവിടുന്ന് 5 മിനിറ്റ് ആണ് കാണിക്കുന്നത് ലണ്ടൻ ഐൻ്റെ അടുത്തൊക്കെ. ലണ്ടൻ ഐ. And 60 meters continue onto the path. അതാണ് എംഎൽഎ ലണ്ടൻ ഐ ഉണ്ടോ? അത് അനങ്ങുന്നൊന്നും കാണുന്നില്ലല്ലോ. ഉണ്ട് കേട്ടോ, മൂവ് ചെയ്യുന്നുണ്ട് കണ്ടോ. മെല്ലെ 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 മൂവ് ചെയ്യുന്നുണ്ടോ അവിടെ? ആ ലണ്ടൻ ഐ നമ്മൾ വിചാരിക്കും ഇങ്ങനെ അതിങ്ങനെ അവിടെ നിൽക്കുകയാണെന്ന്. പക്ഷെ അത് മെല്ലെ അങ്ങനെ മൂവ് ചെയ്യുന്നുണ്ട്. അവിടെ താഴെ നോക്കുമ്പോൾ അത് മനസ്സിലാവുള്ളൂ. ടിക്കറ്റ് ഇവിടുന്ന് എടുക്കുക എന്നുള്ള പ്രതീക്ഷയിലാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. കിട്ടുമെന്ന് വിചാരിക്കുക. കണ്ടോ ലൈന് കണ്ടോ? ലണ്ടൻ ഐയിലേക്കുള്ള ലൈനാ. ഇപ്പൊ 12 മണി, നല്ല തിരക്കുള്ള ഒരു സമയമാണ്. ഇവിടെയാണ് ടിക്കറ്റ്, ലണ്ടൻ ഐ ടിക്കറ്റ് കണ്ടോ. നമ്മൾ ടിക്കറ്റ് എടുത്ത് അവിടെ ടിക്കറ്റിൻ്റെ ഓഫീസുണ്ട്, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം ഓൺലൈനിലും എടുക്കുക. നമുക്ക് 3 ആൾക്കും കൂടി 100 പൗണ്ടാണ് വന്നിട്ടുള്ളത് ഇത് കാണാൻ. നല്ല വലിയ ക്യൂ. പക്ഷേ ക്യൂ ഒക്കെ പെട്ടെന്ന് തന്നെ കാലിയാവുണ്ട്. കാരണം ഒരു കാറിൽ തന്നെ ഒരുപാട് ആളുകളെ ഇങ്ങനെ കയറ്റി വിടുന്നുണ്ടായിരുന്നു. നല്ല തിരക്കുള്ള സമയമാണ്, അതാണ് 12 മണി. നമ്മൾ എവിടെയായിരുന്നു? അവിടുന്ന് കയറി സെക്യൂരിറ്റി ചെക്കൊക്കെ കഴിഞ്ഞത് അവിടെ എത്തി. അപ്പോൾ തന്നെ 20 മിനിറ്റായി.
നമ്മള് ടിക്കറ്റ് എടുത്ത് ഇതിന്റെ ഉള്ളിൽ കയറാൻ വരെയുള്ള അടുത്ത സമയം എന്ന് പറഞ്ഞാൽ 25 മിനിറ്റ് ആണ്. നിന്നാലല്ലേ വ്യൂ. ഇതിലൊരു 20 ആളെങ്കിലും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഈ ഒരു കാറിൽ മാത്രം 20 ആളെങ്കിലും ഉണ്ടാവും. ഈ ലണ്ടനായി ഇതിന്റെ മുകളിൽ നിന്ന് നമ്മളിപ്പോ കുറച്ച് വന്നിട്ടുള്ളൂ. കറക്റ്റ് കാണാം വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ്, ബിഗ് ബെൻ, ആ ഏരിയ നമ്മൾ ഫസ്റ്റ് ഡേ പോയ ഏരിയ ഒക്കെ കറക്റ്റ് ഒന്ന് കാണാം. That was amazing when we did it, remember? 10 മിനിറ്റ് നമ്മൾ അവിടെ നിന്ന് തുടങ്ങിയതാണ്. ഇപ്പൊ ഇവിടെ എത്തി. ഇനിയിപ്പോ അവിടെയാണ് ടോപ്പ്. ഏകദേശം ടോപ്പിലെത്താനായി. In 2017, celebrating 150 years of friendship, Japan gifted the UK Sakura cherry trees to be planted across the country before blooming. നമുക്ക് ഇവിടെ നിന്ന് ടവർ ബ്രിഡ്ജ് കാണുന്നില്ല. എനിക്ക് തോന്നുന്നത് ലണ്ടൻ ബ്രിഡ്ജാണ് തോന്നുന്നത് അവിടെ കാണുന്നത്. ടവർ ബ്രിഡ്ജ് ഒന്നും കൂടി അങ്ങോട്ട് പോകാനുണ്ട്. അതായത് അതിന്റെ ആ ബിൽഡിങ്ങിന്റെ ഒക്കെ ബാക്കിലായിട്ടാണ് വരുന്നത്. നമ്മൾ ഓൾമോസ്റ്റ് ടോപ്പിലാണ് കേട്ടോ. നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ. എല്ലാവരും ഫോൺ പിടിച്ചിരിക്കുകയാണ്. നമ്മള് മുകളിലെത്തിയിട്ടുണ്ട്. ഇവിടുന്ന് കയറിട്ട് ആ തേംസ് റിവറൊക്കെ കറക്റ്റ് കാണാം. ആ ക്രൂയിസ് ഒക്കെ നടക്കുന്നത് കാണാം. ആ ബിൽഡിങ്സ്, ആ റെയിൽവേ സ്റ്റേഷൻ. ടവർ ബ്രിഡ്ജ് മാത്രം കാണുന്നില്ല. താഴേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു 12-15 മിനിറ്റ് കൊണ്ട് മുകളിലെത്തി. ഇനിയിപ്പോൾ നമ്മൾ താഴേക്ക് ഇറങ്ങണം. എനിക്ക് തോന്നുന്നത് മൊത്തത്തിലൊരു 35-40 മിനിറ്റ് ഉള്ളു പോകുന്നത്. നമ്മൾ ആദ്യ ദിവസം പോയതാ ആ വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ്, ആ ബിഗ് ബെന്ന്. നമ്മൾ അവിടെ നിന്ന് നേരെ നടന്ന് അവിടെ കാണാം. ബക്കിംഗ്ഹാം പാലസ് കാണാം. ഈ ലണ്ടൻ അതിന്റെ മുകളിൽ നിന്നിട്ട് ഈ തേംസ് റിവറിന്റെ കളർ കണ്ടില്ലേ? നല്ല ഡാർക്ക് ബ്രൗൺ ചെളിവെള്ളം ഒഴുകി പോകുന്ന പോലെയാണ്. സാധാരണ നമ്മളൊരു ബ്ലൂയിഷൊക്കെ ആയിട്ടല്ലേ കാണല്ലേ? കറക്റ്റ് 1/2 മണിക്കൂർ കേട്ടോ നമ്മൾ താഴെത്തി. പക്ഷെ ഒരു ഓത്തില്ലാത്ത പോലെ. നമ്മള് ഒരു 100 പൗണ്ട് കൊടുത്തില്ല മൂന്നാൾക്ക്. അതിനുള്ള ഒരു ഓത്തായിട്ട് തോന്നുന്നില്ല. 1:30 മണി, നല്ല വെയിലും. നമ്മള് റിവർ ക്രൂയിസ് ചെയ്യാണ്ട്. ഇതാണ് വെസ്റ്റ് മിനിസ്റ്റർ ബ്രിഡ്ജ്. സ്കോട്ട്ലാൻഡിലെത്തി നമ്മള്. സ്കോട്ട്ലാൻഡിൽ കണ്ടില്ലേ നമ്മള്? ബാബ ജാക്കറ്റ് ഇടാത്ത നന്നായി. ഇപ്പൊ നല്ല ചൂടാണ് ഇവിടെ. ഈവനിങ്ങിലല്ലേ? അതിപ്പോ നോക്കാം. നമ്മള് അവിടുന്ന്
ആ ലണ്ടനായി കഴിഞ്ഞ് ഇതായ ബ്രിഡ്ജിലൂടെ ഇവിടെ വന്ന് ഇവിടെ കണ്ടോ വെസ്റ്റ് മിനിസ്റ്റർ പിയർ എന്ന് പറഞ്ഞിട്ട് ഇവിടാണ് റിവർ ക്രൂയിസ് കാണുന്നത്. ഇവിടെ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ഇങ്ങോട്ടേക്ക് വരുമ്പം തന്നെ ഈ ക്രൂയിസിൻ്റെ ടിക്കറ്റ്, ക്രൂയിസ് വിത്ത് ഹോപ്പ് ഓൺ ബസ് ഉണ്ടല്ലോ, അതിൻ്റെ ടിക്കറ്റ് ഓൺലൈനിൽ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രിൻ്റ് ഔട്ട് കയ്യിലുണ്ട്. അപ്പോൾ നേരെ ഇനിയിപ്പോൾ ആ എൻട്രൻസിൻ്റെ അങ്ങോട്ടൊക്കെ പോയി നോക്കാം. അപ്പോൾ നമ്മൾ റിവർ ക്രൂയിസ് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ താഴോട്ട് ഇരിക്കുന്നത്. മുകളിൽ നല്ല വെയിലാണ്. മുകളിൽ താഴെ ഒരുപാട് സീറ്റ് കാലിയുണ്ട്. അത് മാത്രമല്ല നമുക്ക് നല്ല വ്യൂ ആണ് പുറത്തേക്ക്. ഈ റിവർ ക്രൂയിസ് അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി എടുത്തത്. അതായത് ഇവിടെ വരുന്നതിൻ്റെ മുമ്പ് നമ്മൾ ഓൺലൈനിൽ എടുത്തതാണ്. നമുക്ക് ഇവിടുത്തെ ഹോട്ടൽ ബുക്കിംഗ് അതുപോലെ തന്നെ ഇവിടുത്തെ ആക്ടിവിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്ത് തന്നിട്ടുള്ളത് സ്റ്റെപ്പ് ഔട്ട് ഹോളിഡേയ്സ് ആണ്. സ്റ്റെപ്പ് ഔട്ട് ഹോളിഡേയ്സ് ത്രൂ ആണ് ഞാൻ മുമ്പ് പോയ ടൂറ് ആവട്ടെ, അല്ലെങ്കിൽ ഹോട്ടൽ ബുക്കിംഗ് ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ആവട്ടെ, ഇതൊക്കെ ചെയ്ത് തന്നിട്ട് എടുക്കാൻ സഹായിച്ചത് സ്റ്റെപ്പ് ഔട്ട് ഹോളിഡേയ്സ് ആണ്. ഞാൻ അവരെ നമ്പർ ഇതിന് താഴെ കൊടുക്കുന്നുണ്ട്. ഇതുപോലെ എന്തെങ്കിലും ഹോട്ടൽ ബുക്കിങ്ങോ കാര്യങ്ങൾക്കൊക്കെ വേണമെങ്കിൽ അവരെ കോൺടാക്ട് ചെയ്യാം. Now attached to the Elizabeth Tower, we've got a very cool building. It's Hogwarts. No, I'm joking, it's not Hogwarts. It looks quite similar though. He walked and he was brought all the way to the Tower of London. We're actually going to see the end of his story. We're going to see the Tower of London at the end of our tour, and we're going to pick up the Guy Fawkes story when we get there. But as we're turning the boat, Nine has thrown in a scrapyard. However, in discussions in the Houses of Parliament, they said we cannot possibly take down the wheel of fortune. She brings in too much money into this countryside. I mean, it is quite low at the moment. The lead between us and the water will be quite long. It wouldn't do much. It wouldn't keep us secure. So it's not to tie up boats. They peer over the side of the Thames, see where the watermark would come up to. Now the watermark would reach the very top of the Lion's Head. There was an indication that London was about to flood his apartment complex. The famous singer will.i.am for £38 million. So he made a bit of a profit there. Now if we swap to the skyline on the left, we've got a beautiful whole decks to explore. So if you do want to have a look at her, she is a museum, Lucky London Red Buses in the middle. നമ്മൾ റിവർ ക്രൂയിസ് ഇവിടെ അവസാനിക്കുകയാണ്. അതായത് 1 വേ മാത്രം കേട്ടോ. അപ്പോൾ ടവർ ബ്രിഡ്ജിൻ്റെ അടുത്ത് ഇത് നമ്മൾ ഇറക്കി. 2 വേ ടിക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചിട്ട് അങ്ങോട്ടേക്ക് തന്നെ പോവായിരുന്നു. ഇപ്പോൾ 1 വേ ആണ്. ഇപ്പോൾ നമ്മൾ ടവർ ബ്രിഡ്ജിൻ്റെ അവിടെ ഇറങ്ങിയിട്ട് നമുക്കിനിയിപ്പോൾ ഓപ്പൺ ബസ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇങ്ങനെ സിറ്റിയിൽ കറങ്ങാം.